ഹായ് ഗായ്സ്, നമസ്കാരം. ഇത് മഹസാർ. ഇന്ന് മഹസാറിൻ്റെ ഡയറി ഒന്ന് പരിചയപ്പെടുത്താനാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മളൊക്കെ പഠിച്ച സമയത്ത് പഴയ രീതിയിലുള്ള ഡയറി ആയിരുന്നു അല്ലേ. രാവിലെ എണീക്കുക, ഞാൻ കുളിച്ചു, തൊഴുതു, തിന്നു, കുടിച്ചു, ഇതൊക്കെ ആയിരുന്നല്ലോ പഴയ രീതിയിലുള്ള ഒരു ഡയറി സിസ്റ്റം എന്ന് പറയുന്നത്. ഇപ്പോൾ തികച്ചും വ്യത്യസ്തമാണ് ഇവരുടെ ഡയറി എന്ന് പറയുന്നത് കേട്ടോ. ആദ്യമൊക്കെ ഉണ്ടായിരുന്നത് ഒരു ദിവസം കണ്ട ഒരു കാഴ്ച അത് മാത്രം എഴുതുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് തന്നെ പഠനഭാരം വളരെ കുറവായിരുന്നു. അതിൽ നിന്നും വീണ്ടും ഇപ്പോൾ വ്യത്യസ്തമായിട്ട് ഡയറിയുടെ ഒരു പ്രോഗ്രസ് ഉണ്ടായിട്ടുണ്ട്. എന്തെങ്കിലും ഡയലോഗുകൾ, ഇപ്പോൾ ഫ്രൂട്ട്സും തമ്മിലുള്ള ഒരു ഡയലോഗ് സംസാരിക്കുക. ഇവിടെ അവന് ആദ്യം എഴുതിയിട്ടുള്ളത് പൂമ്പാറ്റയും പൂവും തമ്മിലുള്ള ഒരു സംഭാഷണമാണ്. വളരെ രസകരമാണ് കുട്ടികൾക്ക്, എന്നാൽ ഒരു കഥയുടെ രൂപത്തിലുമാണ്. പിന്നീട് അവന് ഒരു തുമ്പിയും പൂമ്പാറ്റയും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് അടുത്ത ദിവസത്തെ ഡയറി എഴുതിയത്. പിന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ എഴുതിയത് തത്തയും മാവും തമ്മിലുള്ള ഒരു കഥയല്ല, അവർ തമ്മിലുള്ള ഒരു സംഭാഷണം. കുട്ടികൾക്ക് എന്നാൽ വലിയ രീതിയിലുള്ള സ്കില്ലുകൾ കുട്ടികൾക്ക് ഇതിൽ നിന്നുണ്ടാകുന്നുണ്ട്. കാര്യം എന്ന് വെച്ചാൽ വരയ്ക്കാനുള്ള സ്കില്ലുണ്ട്, എഴുതാനുണ്ട്, ചിന്തിക്കാനുള്ളതുണ്ട്, ഒത്തിരി കാര്യങ്ങൾ. ഇന്ന് അവൻ്റെ ഡയറി കുറച്ചുകൂടെ വിപുലമാക്കിയിട്ട് അവൻ എഴുതിയിട്ടുണ്ട്. അവൻ സ്വന്തമായി എഴുതിയതല്ല, കാര്യക്ഷമമായ രീതിയിൽ എൻ്റെ കൈകടത്തലുകൾ അതിലുണ്ട്. അവൻ ഇന്ന് എഴുതിയ ഡയറിയൊന്ന് ഞാൻ ഡയറിയല്ല, ആ ഒരു ഡയലോഗ് ബോക്സ് ഞാനൊന്ന് നിങ്ങൾക്ക് വായിക്കാം. എടി മാങ്ങപ്പെണ്ണേ, നീ കാണുന്നില്ലേ, എല്ലാവരും എന്നെയാണ് നോക്കുന്നത്. അപ്പോൾ നമ്മുടെ മാങ്ങമരം പറയാണ്, ഞാനൊന്ന് പഴുക്കാൻ തുടങ്ങട്ടെ, അവർ എൻ്റെ ചുവട്ടിൽ നിന്ന് മാറില്ല. അപ്പോൾ നമ്മുടെ മുല്ല പറയാണ്, എനിക്കുള്ള മണം നിനക്കില്ലല്ലോ. അപ്പോൾ മാങ്ങ പറയുന്നുണ്ട്, എനിക്കുള്ള മധുരവും നിനക്കില്ലല്ലോ. ഇത്തരത്തിലാണ് ഇവരുടെ